കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഇന്നത്തെ വചനം ഊന്നി പറയുന്നുണ്ട്. എല്ലാവരെയും വിധിക്കുവാനും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുവാനും വേണ്ടി അവൻ രണ്ടാമത് വരുമെന്നത് ഉറപ്പാണ്. അത് എന്നാണ് എന്നത് മാത്രം നമുക്ക് അറിയില്ല. ആ മണിക്കൂറിനെക്കുറിച്ച് പിതാവായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ആ ദിനം നമുക്ക് നന്മയാണോ തിന്മയാണോ സമ്മാനിക്കുക എന്ന് വിചിന്തനം ചെയ്യാം. ആ വരവിൽ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പാരിതോഷികങ്ങളും ഉന്നതമായ സ്ഥാനവും ലഭിക്കും. കർത്താവിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് അവനു വേണ്ടി നഷ്ടപ്പെടുത്തിയതിൻ്റെയും ഉപേക്ഷിച്ചതിൻ്റെയും 100 ഇരട്ടി അന്ന് അവർക്ക് തിരിച്ചു കിട്ടും. അത് തീർച്ചയായും അവർക്ക് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാണ് സമ്മാനിക്കുന്നത്. നമുക്ക് ശിക്ഷ വേണോ അതോ രക്ഷ വേണോ എന്നത് ഇന്ന് തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാനും സുഹൃതങ്ങൾ ചെയ്യാനും കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ വിശ്വസ്തയോടെ ജീവിച്ച് കർത്താവിൻ്റെ പ്രീതി നേടാൻ തക്ക രീതിയിൽ ഉത്തരവാദിത്വത്തോടെ നിലകൊള്ളാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ കർത്താവ് ഏത് സമയത്ത് വന്നാലും ഞാൻ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊപ്പം സന്തോഷത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.